ഞങ്ങളുടെ ഈ യാത്ര കല്ലേലി അപ്പൂപ്പൻകാവിലേക്കാണ്. കൊട്ടാരക്കര നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പുനലൂർ റൂട്ടിൽ കലഞ്ഞൂർ, കൂടൽ, മുറിഞ്ഞകൽ എന്നീ വഴികൾ പിന്നിട്ട് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. പത്തനംതിട്ട ജില്ലയിൽ കല്ലേലി അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് കല്ലേലി അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. കാടിൻ്റെ നിശബ്ദതയ്ക്കിടയിൽ എവിടെ നിന്നോ കഥ പറഞ്ഞൊഴുകുന്ന കാട്ടാറ് ഈ പ്രദേശത്തിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി ഭക്തജനങ്ങൾക്കും ഒരുപോലെ ആശ്രയമാകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏക കാനന വിശ്വാസ കേന്ദ്രമാണ് കല്ലേലി അപ്പൂപ്പൻകാവ്. കാടിൻ്റെ കുളിരും ഏറ്റുവാങ്ങിക്കൊണ്ട് ധാരാളം ബൈക്ക് യാത്രക്കാരെയും നമുക്ക് ഈ വഴിയിലൂടെ കാണാം. കാർ പാർക്ക് ചെയ്യുന്നതിനും മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ധാരാളം സ്ഥലവും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് തന്നെയുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഈ ക്ഷേത്രം തുറന്നിരിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെയാണ് കാവ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഉത്സവമാണ്. 10 ദിവസമാണ് ഇവിടെ ഉത്സവം. വിഷുവിന് തുടങ്ങി 10-ാം ഉദയത്തിനാണ് ഇത് അവസാനിക്കുന്നത്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് അവിടുത്തെ ആദിത്യ പൊങ്കാലയാണ്. കാർ പാർക്ക് ചെയ്യുന്നതിനും മുന്നോട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഒക്കെ അവിടെ ആളുണ്ട്. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ചെരുപ്പ് ഊരിട്ട് നടക്കുമ്പോൾ മുള്ളു കൊള്ളാതെ സൂക്ഷിക്കുക. റോഡിലൊക്കെ മുള്ളു ധാരാളമുണ്ട്. ആദി ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിൻ്റെ പഴമ തെളിഞ്ഞു നിൽക്കുന്നതാണ് ഇവിടുത്തെ കാവ്. സാധാരണ ഹൈന്ദവ ക്ഷേത്രത്തിലെ പോലെയുള്ള പൂജാവിധികളൊന്നും തന്നെ ഇവിടെയില്ല. ഊരാളി അപ്പൂപ്പൻ എന്ന കല്ലേലി അപ്പൂപ്പനും അമ്മുമ്മയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ കാവിലേക്കുള്ള പ്രവേശന കവാടമാണിത്. ഈ പടികൾ ഇറങ്ങി ചെല്ലുന്നത് കാവിൻ്റെ തിരുമുറ്റത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഓലമേഞ്ഞ ധാരാളം മേൽക്കൂരകൾ കാണാനായിട്ട് പറ്റും. ഇത് എല്ലാം തന്നെ കാവിൻ്റെ ഭാഗമാണ്. എന്നാൽ കാവിലെ പ്രധാന പ്രതിഷ്ഠ ഇരിക്കുന്ന ഭാഗത്ത് മേൽക്കൂരകളൊന്നും തന്നെയില്ല. തൊള്ളായിരത്തി മലകളുടെ അധിപനായ കല്ലേലി അപ്പൂപ്പനും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ് ഇവിടുത്തെ ഈ പ്രധാന ദൈവങ്ങളെന്ന് കരുതപ്പെടുന്നു. ഏത് പ്രായക്കാർക്കും ഇവർ അപ്പൂപ്പനും അമ്മമ്മയും തന്നെയാണ്. ഇതുകൂടാതെ ഇവിടെ ധാരാളം ഉപദൈവങ്ങളുമുണ്ട്. അതും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ആദി ദ്രാവിഡ സംസ്കാരം ഇവിടെയെല്ലാം നമുക്ക് നിഴലിച്ച് കാണാം. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ ആറിലാണ് മീനൂട്ട് എന്ന ആചാരം നടക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ ആനയൂട്ട്, വാനരയൂട്ട് എന്നിവയും നടത്താറുണ്ട്. മലയാള മാസത്തിലെ കർക്കിടകത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് കർക്കിടക വാവുബലി. ദ്രാവിഡ ഗോത്രങ്ങളുടെ പരമ്പരാഗത കലാരൂപങ്ങളായ കുംഭപ്പാട്ട്, ഭാരതക്കളി, തലയാട്ടംകളി, വെള്ളംകുടി നിവേദ്യം, ആഴിപൂജ, കല്ലേലി വിളക്ക് എന്നിവ ക്ഷേത്രത്തിലെ പ്രത്യേകതകളാണ്. പടയണി, മുടിയാട്ടം തുടങ്ങിയ ആചാരപരമായ കലകളും വിശേഷ അവസരങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. കാവിലെത്തിയപ്പോഴാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടിനെക്കുറിച്ച് അറിയാനിടയായത്. താമ്പൂലം വയ്ക്കൽ അപ്പൂപ്പന് പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണിതെന്ന് അറിഞ്ഞു. ഈ അടുക്കിനകത്ത് താമ്പൂലം, കള്ള്, കരിക്ക് തുടങ്ങി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ വിളക്ക്, തിരി, മിക്ക കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടാകും. ഒരു മുറം, അതിനകത്തൊരു വട്ടി, അതിനകത്താണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഇത് തലയിൽ ചുമന്നാണ് നമ്മൾ അപ്പൂപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. അപ്പൂപ്പനെയും അമ്മുമ്മയും വണങ്ങി ഉപദൈവങ്ങളെയും വണങ്ങിയാണ് നമ്മുടെ കൈവശമുള്ള താമ്പൂലം കളരിയിൽ സമർപ്പിക്കുക. നാളികേരം ഉടച്ച് ഫലം പ്രവചിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഊരാളിയെ കൊണ്ട് ദോഷം അകറ്റാൻ വിളിച്ചു ചൊല്ലിക്കുന്നു എന്നാണ് സാരം. ഭക്തർ നേരിട്ട് തങ്ങളുടെ സങ്കടങ്ങൾ കല്ലേലി അപ്പൂപ്പൻ്റെ തിരുമുന്നിൽ ഉണർത്തിക്കുന്നു. പരിഹാര മാർഗങ്ങൾ ആരായുന്നു. അപ്പൂപ്പനോടുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിലാകണമെന്നാണ് നിഷ്ഠ. താളത്തിൽ ചൊല്ലി വിളിച്ചുള്ള പ്രാർത്ഥനയാണ് ആചാരം. ഇവിടെ ദിവസവും പൊങ്കാലയും രാവിലെ 9 മുതൽ വൈകിട്ട് വരെ അന്നദാനവും ഉണ്ട്. കോവിഡ് കാലത്ത് പോലും അന്നദാനത്തിന് മുടക്കം വന്നിട്ടില്ലെന്നാണ് അവിടെ പറഞ്ഞു കേട്ടത്.
ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഗോശാലയുണ്ട്. മാത്രമല്ല ധാരാളം കോഴികളെ നമുക്ക് കാണാം. നേർച്ചയ്ക്കായിട്ടാണ് ഇവയെല്ലാം നിർത്തിയിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ഇവിടെ കാണുന്ന ഓരോ വസ്തുതകളും. കണ്ണിന് കുളിർമ നൽകുന്ന വൻമരങ്ങളും വാനരക്കൂട്ടവുമെല്ലാം ഈ അന്തരീക്ഷത്തിന് ശക്തി പകരുന്നു. അവിടെ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ ഒരു നിലവിളക്ക് സമർപ്പിച്ചതിൻ്റെ ചടങ്ങാണ്. ഊരാളി അപ്പൂപ്പൻ്റെയും അമ്മമ്മയുടെയും പ്രതിഷ്ഠ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്.
മലയുണർത്തൽ, കാവുണർത്തൽ, കാവ് ആചാരങ്ങൾ, താമ്പൂല സമർപ്പണം, 999 സ്വർണ്ണ മലക്കുടി ദർശനം. മലക്കുടിക്ക് മുമ്പിൽ പറയിടി, മലയ്ക്ക് കരിക്ക് പടേരി, ഉപസ്വരൂപ പൂജകൾ, വാനരയൂട്ട്. ഇവ തൊട്ടടുത്ത് തന്നെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇവയെക്കുറിച്ച് മറ്റൊരു വീഡിയോയുമായി മലയാള ജ്യോതിസ്.